ഹരിപ്പാട് മണ്ഡലത്തിലെ വിവിധ പ്രവർത്തികൾക്ക് 203 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായി രമേശ് ചെന്നിത്തല എംഎൽഎ അറിയിച്ചു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ മെറ്റേണിറ്റി, ട്രോമ കെയർ എന്നിവയ്ക്കായി തുക വകയിരുത്തിയിട്ടുണ്ട്. ഹരിപ്പാട് മണ്ഡലത്തിലെ 203 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് സംസ്ഥാന ബജറ്റിൽ ഇടം പിടിച്ചു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ പുതിയ മെറ്റേണിറ്റി വാർഡുകളുടെയും ട്രോമ കെയർ യൂണിറ്റിന്റെയും നിർമ്മാണത്തിനായി 12 കോടി രൂപയുടെ പ്രത്യേക വിഹിതം ബജറ്റിൽ അനുവദിച്ചു. മണ്ഡലത്തിലെ 203 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി രമേശ് ചെന്നിത്തല എംഎൽഎ അറിയിച്ചു. കൂടാതെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയ മെറ്റേണിറ്റി വാർഡുകളും ട്രോമ കെയർ യൂണിറ്റും സ്ഥാപിക്കുന്നതിനും 12 കോടി രൂപയുടെ പ്രത്യേക വിഹിതം 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയതായും രമേശ് ചെന്നിത്തല അറിയിച്ചു. മണ്ഡലത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന മുതലക്കുറിച്ചിക്കൽ പാലത്തിലൂടെയുള്ള ഗതാഗതം സാധ്യമാക്കുന്നതിനും പ്രദേശത്തെ പ്രധാന റോഡുമായും ദേശീയപാതയുമായും കണക്ട് ചെയ്യുന്നതിനുമായി കരുവാറ്റ, തെക്കേക്കര, കാരമുട്ട്, വടക്കേക്കര എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള BM&BC നിലവാരത്തിലുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണവും അതിനാവശ്യമായ സ്ഥലമേറ്റെടുപ്പും ഉൾപ്പെടെയുള്ള പ്രവൃത്തിക്ക് 15.30 കോടി രൂപ, ഹരിപ്പാട് മെഡിക്കൽ കോളേജിനായി ഏറ്റെടുത്തിട്ടുള്ള കരുവാറ്റയിലെ സർക്കാർ ഭൂമിയിൽ IHRDയുടെ കീഴിലുള്ള പുതിയ നഴ്സിംഗ് കോളേജിന്റെ നിർമ്മാണത്തിന് 15 കോടി, തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആത്മവിദ്യാലയം സ്കൂളിനും ചേപ്പാട് ഗവൺമെന്റ് LPSനും തൃക്കുന്നപ്പുഴ വലിയപറമ്പ് ഗവൺമെന്റ് LPSനും പുതിയ കെട്ടിടത്തിനും തുക നീക്കിവെച്ചു. സൗന്ദര്യവൽക്കരണത്തിനായി 5 കോടി, കുമാരപുരം ടെക്നിക്കൽ ഹൈസ്കൂളത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 5 കോടി, കാർത്തികപ്പള്ളി ഡാണാപ്പടി തോട്ടിൽ കാർത്തികപ്പള്ളി മുതൽ ഡാണാപ്പടി വരെയുള്ള തോടിന്റെ ഇരുവശവും സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണത്തിനായി 5 കോടി, ഹരിപ്പാട് മണ്ഡലത്തിലെ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിനെയും അമ്പലപ്പുഴ മണ്ഡലത്തിലെ പുറക്കാട് പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാടച്ചിറ പരപ്പേൽ പാലത്തിന്റെ നിർമ്മാണത്തിനായി 3 കോടി എന്നീ പ്രവൃത്തികളാണ് സംസ്ഥാന ബജറ്റിന്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. CDNet ന്യൂസ്, ഹരിപ്പാട്.